പ്രൈസ് ലോർഡ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവശല്യം വന്ന് ദൈവത്തെ ആരാധിപ്പാൻ അവൻ നമുക്കൊരു സന്ദർഭവും അവസരവും ഒരുക്കി തന്നു. അനേകർക്ക് ആരാധന ഹല്ലേലൂയ ഉദാസീനയായി വിചാരിച്ച് വിട്ടുകളയുമ്പോൾ, അനേകർക്ക് ആരാധിക്കുവാൻ കഴിവില്ലാതെ രോഗികളായി കിടക്കുമ്പോൾ, ഇന്ന് പൽക്കാലം ദൈവം നമ്മെ അവന്റെ സന്നിധിക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിപ്പാൻ അവൻ നമ്മെ പ്രാപ്തരാക്കി തീർത്തു. ഹല്ലേലൂയ. അവൻ നമ്മെ വിശുദ്ധരെന്ന് എണ്ണി, ഹല്ലേലൂയ, നമ്മെ അവനെ ആരാധിപ്പാൻ യോഗ്യതയാക്കി തീർത്ത വൻ കൃപകളെ ഓർക്കുമ്പോൾ നാം ദൈവത്തിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. ദൂതന്മാർ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ സകല വിശുദ്ധരും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. സകല സൃഷ്ടികളും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അവനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധി വരുവാനും ദൈവം നമുക്കൊരു കൃപ ചെയ്തു. അതിന് നാം നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇന്ന് പൽക്കാലം നമുക്കൊരു വേദവാക്യത്തിലേക്ക് കടന്നു വരാം. ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ 3:16. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 3:16 വാക്യം നമുക്ക് വായിക്കാം. നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നാം വായിച്ചു കേൾക്കുന്ന വചനം അവര് പറയാണ്, ശദ്രക്ക് മേശക്ക് അബ്ദുനഗോ രാജാവിനോട് പറയാണ്, നെബൂഖദ്നേസർ രാജാവേ, ഈ കാര്യത്തിന് ഞങ്ങൾക്ക് നിന്നോട് ഉത്തരം പറയേണ്ട ഒരു കാര്യം ഇല്ല. കാരണം എന്താണ്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങളെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവം, ഞങ്ങളെ വഴി നിർത്തുന്ന ദൈവം, ഞങ്ങളിവിടെ കൊണ്ടുവന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങൾ അവനെയാണ് സേവിക്കുക. അവന് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുക. തീരുമാനമുള്ള ശദ്രക്കിനെയും മേശക്കിനെയും അബ്ദനെയും നമുക്കിവിടെ കാണുവാൻ കഴിയും. തീരുമാനം. ഇന്ന് പൽക്കാലം നമ്മൾ അറിയേണ്ടത് എന്തറിയാമോ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ തീരുമാനത്തെയുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഏതൊരു തീരുമാനം എടുത്തിരിക്കുന്നുവോ ആ തീരുമാനത്തെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിനോട് പറയാണ്, രാജാവേ, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് തീരുമാനം? ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്യുള്ളൂ? ആരാധിക്കുള്ളൂ. നീ ബിംബത്തെ നിർത്തി, നീ അത് നിർത്തി, ഇത് നിർത്തി എന്നൊക്കെ നിർത്തിയോണ്ട് ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഞങ്ങളുടെ വിശ്വാസത്തിനും ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ ധൈര്യത്തിനും ഞങ്ങൾ ദൈവത്തോടുള്ള സ്നേഹവും ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, വിട്ടുകളയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തെ സേവിക്കുന്ന ശദ്രക്ക് മേശക്ക് അബ്ദനെഗോവിന് ധൈര്യം ഉള്ളതുപോലെ നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിച്ച് ആ ദൈവത്തെക്കുറിച്ചൊരു അറിവ് പ്രാപിച്ച് നാം അവന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യും? പരിഹാരം തരും. കൃത്യമായി മനസ്സിലാക്കുക. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ എന്ത് ചെയ്യും? യഹോവയെ സേവിക്കും. ആ സേവിക്കുക പറഞ്ഞ യോശുവയ്ക്ക് പലവിധമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിഞ്ഞു. മോശ അവനുള്ള മഹത്വം അവന് കൊടുത്തു. അതുപോലെ തന്നെ മരുഭൂമിയിൽ ആ മോശ വഴി നിർത്തിയെങ്കിൽ യോർദാൻ കടന്ന ശേഷം യോശുവ ഇസ്രായേലിനെ വഴി നിർത്തുകയും ആ കനാദേശം അവർക്ക് പങ്കിട്ട് കൊടുക്കുകയും അവർ സമാധാനം പ്രാപിക്കുകയും അവർ സ്വസ്ഥ പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ യോശുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ആരെ സേവിക്കും? ഇന്ന് പൽക്കാലം നമുക്കൊരു ഹല്ലേലൂയ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചൊരു അറിവ് ഉണ്ടായിരിക്കണം. ഇവിടെ ശദ്രക്ക് മേശക്ക് അവന് പറയുന്നത് കേൾക്കണമോ? 17-ാം വാക്യം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ
എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇവിടെ ഈ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 12 അധ്യായമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ നടന്ന കാര്യം, ഇന്ന് നടന്ന കാര്യം, നടക്കുന്ന കാര്യവും നാളെ നടക്കുന്ന കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതില് എഴുതി വെച്ചിട്ടുണ്ട്. 66 പുസ്തകത്തിന്റെ അതിന്റെ കാമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം ഉള്ള വിഷയം ചുരുക്കി ദാനിയേലിന്റെ പ്രവചനത്തിൽ എന്തുണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്നലെ ആര് ഭരിച്ചു, ഇന്ന് ആര് ഭരിക്കും, ഇന്ന് ആര് ഭരിക്കുന്നു, നാളെ ആര് ഭരിക്കും എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്ന ഒരു പ്രവചനമാണ് ഈ ദാനിയേലിന്റെ പ്രവചനം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ആ പ്രവചനത്തില് പറഞ്ഞിരിക്കുന്ന മുഴുവനും അക്ഷരം പ്രതി എന്ത് ചെയ്യുന്നു? ദാനിയേലിന്റെ പ്രവചനം വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെളിപ്പാട് പുസ്തകത്തിലുള്ളതുപോലെ തന്നെ അനേകം മർമ്മങ്ങൾ എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഈ ദാനിയേലിന്റെ പ്രവചനം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ദാനിയേലിന്റെ പ്രവചനത്തിലൊരു പ്രത്യേകത, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ വരുന്നു കാണുവാൻ കഴിയും. ദൈവപുത്രനോട് ഒരുത്തൻ ഉപമിച്ച് ദൈവപുത്രൻ അവരെ വിടിവിക്കാൻ വരുന്നു കഴിയും. അപ്പൊ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമായി ഈ ദാനിയേലിന്റെ പ്രവചനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ ഭരണത്തിൽ അവര് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥാനം മറ്റൊരുത്തിന് ഏറ്റിരിക്കുന്നത് ദൈവപുത്രനോട് സമനായവൻ, മനുഷ്യപുത്രനോട് സമനായവൻ, ദൈവമായവൻ ഏറ്റെടുക്കുമെന്ന് ദാനിയേലിന്റെ പ്രവചനം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ആരാണ് ഭരിച്ചത്, ആരാണ് ഭരിക്കുന്നത്, ആരാണ് നാളെ ഭരിക്കുക? ഈ പുസ്തകം വായിച്ചാൽ നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കും, പ്രത്യാശ വർദ്ധിക്കും, ധൈര്യമായി ഹല്ലേലൂയ നാളെ ഇന്ന് നടക്കുമെന്ന് നമുക്ക് വ്യക്തമായി അറിയുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പ്രവചന ഭാഗത്തേക്ക് ഞാൻ അധികം കടന്നു പോകാതെ ഈ വിഷയത്തിൽ ഞാൻ നിൽക്കട്ടെ. ഹല്ലേലൂയ. ശത്രുക്കും മേശയ്ക്ക് അവനോ ആരെ സേവിക്കുന്നു? ദൈവത്തെ. അവരുടെ സേവ ആരാണ്? ദൈവം. ഇന്ന് വിൽക്കാനും നിങ്ങളുടെ സേവ ആരാണ്? ഇവിടെ 2 സേവയുണ്ട്. ഒന്ന് ഭൂതങ്ങളെ സേവിക്കാം എന്ന് പറഞ്ഞാൽ യോശുവ പറഞ്ഞില്ലേ, നദിക്ക് അക്കരെ എന്തുണ്ട്? ഒരു ആരാധനയുണ്ട്. ആ ആരാധനകൾക്ക് ആ ദൈവത്തെ സേവിക്കാം. നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച കാളക്കുട്ടിയെയും ഹോമവിഗ്രഹങ്ങളെയും ആ ബിംബങ്ങളെയും മറ്റുള്ളവർക്കെയും നിങ്ങൾക്ക് ആരാധിക്കുവാനോ വണങ്ങുവാനോ സേവിക്കുവാനോ നിങ്ങൾക്ക് അധികാരമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ മാത്രം സേവിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ശദ്രക്ക് മേശയ്ക്ക് അബ്ദുൽ പറഞ്ഞ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നിങ്ങൾ വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ട്. ഈ സേവിക്കുന്ന ദൈവം ഞങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, ഞങ്ങൾ രക്ഷിക്കും എന്ന് പൂർണ്ണമായ ഒരു വിശ്വാസം ശദ്രക്ക് മേശയ്ക്ക് അബ്ദുലിനുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് നടന്ന കാര്യമാണ് ഇത് എങ്കിലും അവിടെ യെരുശലേമിൽ പോയിട്ട് അതിനെ നിരോധിക്കുകയും അവിടുന്ന് എത്ര പേര് പിടിച്ചുകൊണ്ടെന്ന് അറിയാമോ? ബൈബിൾ പറയുന്നത് എത്ര പേരെ അറിയില്ല. എത്ര പേരെ അവിടുന്ന് പിടിച്ചുകൊണ്ടുവന്നു? ശദ്രക്കിനെ, മേശക്കിനെ, അബ്ദുലിനെ, ദാനിയേലിനെ, വിശുദ്ധന്മാരെ മാത്രം പിടിച്ചു കൊണ്ടുവന്നു എന്ന് നമുക്ക് പിൽക്കാലം കാണുവാൻ കഴിയും. അവിടെ അനേകരുണ്ട്. യെരുശലേമിൽ എന്തുണ്ട്? അനേകരുണ്ട്. എന്നാൽ വിശുദ്ധന്മാരെ മാത്രമാണ് അവിടെ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത്? പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഹല്ലേലൂയ എന്തുകൊണ്ട് അവരെ പിടിച്ചു കൊണ്ടുവന്നുള്ളത് നമുക്ക് ഞാൻ പിന്നീട് പറയാം. എന്തുകൊണ്ടാണ് ഇവരെ 4 പേരെ കൊണ്ടുവന്നത്? ബാക്കിയുള്ളവരും പിടിച്ചു കൊണ്ടുവരാറുന്നില്ലേ? വിശുദ്ധന്മാരെ മാത്രം അന്വേഷിച്ച് നടക്കുന്ന ഒരു ദുഷ്ടലോകമുണ്ട് എന്ന് ഇന്ന് പിൽക്കാലം മനസ്സിലാക്കുക. നീയും ഞാനും വിശുദ്ധനായി ജീവിക്കുന്നുവെങ്കിൽ, പരമാർത്ഥത്തെ ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ, നിന്നെ പിടിച്ചുകൊണ്ടുപോവാൻ, നിന്നെ നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ പ്രത്യാശ ഇല്ലാതെയാക്കുവാൻ, നിന്നെ നശിപ്പിച്ച് കളയുവാൻ അനേക സാത്താന ശക്തിയുള്ള നെബൂഖദ്നേസർ രാജാക്കന്മാർ ഉണ്ടെന്ന് പിൽക്കാലം നീ മനസ്സിലാക്കുക. 4 പേരെ പിടിച്ചുകൊണ്ടുവന്നു. അവരാരായിരുന്നു അറിയാമോ? ഹല്ലേലൂയ. അതിൽ നമ്മൾ ആ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അവരെ കുറിച്ച് കാണുവാൻ കഴിയും. സമയം മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പോയി ചിന്തിക്കുക, വായിക്കുക. അവർ വിശ്വസ്തന്മാരായിരുന്നു, അവർ ദൈവത്തെ സേവിക്കുന്നവരായിരുന്നു, അവർ സമർത്ഥന്മാരായിരുന്നു, അവർ ബുദ്ധിജീവികളായിരുന്നു, അവർ ശ്രേഷ്ഠന്മാരായിരുന്നു, അവർ ഉന്നതന്മാരായിരുന്നു, അവർ ദൈവഭക്തന്മാരായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന 4 പേരായിരുന്നു അവര്. എന്തുകൊണ്ട് മറ്റവരെ പിടിച്ചു കൊണ്ടുവന്നില്ല?
അവരെന്തില്ല, പിശാചിനെ അവരവരുടെ കയ്യിലിരിക്കുകയാണ്. എന്നാൽ നിന്നെയും എന്നെയും ചൂഷണം ചെയ്യുന്ന ഒരു പൈശാചികശക്തി, എന്നെയും നിന്നെയും കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി, എന്നെയും നിന്നെയും ഭരിക്കുന്ന ഒരു ശക്തി, ആ ശക്തി ഈ ലോകത്തിലോടത്തോളം കാലം ഹല്ലേലൂയ നമ്മെ വീഴ്ത്തി കളയുവാൻ, നമ്മെ നഷ്ടപ്പെടുത്തുവാൻ, നമ്മെ ഇല്ലായ്മയാക്കുവാൻ, നമ്മെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ, സേവയിൽ നിന്ന് മാറ്റുവാൻ അനേക ശക്തികൾ എഴുന്നേറ്റിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഈ 3 പേര് എന്ത് ചെയ്യുന്നറിയാമോ? അവര് വിളിച്ചു പറയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. 4 ദൈവഭക്തന്മാരെ പിടിച്ചു വെച്ചു കൊണ്ടുവന്നു. എന്തിനെ കൊണ്ടുവന്നെന്നറിയാമോ? അവർ പ്രത്യാശ നഷ്ടപ്പെടുത്തണം, അവർ വിശ്വാസം നഷ്ടപ്പെടുത്തണം, സേവ നഷ്ടപ്പെടുത്തണം, അവർ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തണം, അവർ അന്യാരാധന ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ഇന്ന് പൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുള്ളപ്പോൾ തന്നെ പിശാചും നമ്മെക്കുറിച്ച് എന്തുണ്ട്? ഒരു ഉദ്ദേശമുണ്ട് എന്ന് പൽക്കാലം അറിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ ഉദ്ദേശം നിനക്ക് നന്മ അനുഭവിപ്പാനും, ദേശം പങ്കിടുവാനും, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനും, സമാധാനം പ്രാപിപ്പാനും, സ്വസ്ഥത പ്രാപിപ്പാനും നിന്നെ വിളിച്ചു വേർതിരിക്കുമ്പോൾ പിശാചിന്റെ ചിന്ത എന്തെന്നറിയുമോ? നിന്റെ വഴികളെ തടയണം, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തണം, നിന്റെ ആരാധനയോട് പോരാടണം, ആരാധന ദുഷ്ടനെയാക്കി തീർക്കണം, നിന്റെ സേവ പൈശാചിക സേവയിലേക്ക് മാറ്റിക്കളയണം എന്നുള്ളതാണ് പിശാചിന്റെ ചിന്ത എന്ന് പൽക്കാലം മനസ്സിലാക്കുക. അതിനാണ് ഇവർ 4 പേരെ കൊണ്ടുവന്നേ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയാം. ഈ പുസ്തകത്തില് പല മർമ്മങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു മർമ്മമാണ് 4 പേരെ മാത്രം കൊണ്ടുവന്നു, വിശുദ്ധന്മാരെ മാത്രം കൊണ്ടുവന്ന് നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. മറ്റൊരു കാര്യം, ഹല്ലേലൂയ, ദേവാലയത്തിൽ വിശുദ്ധ വസ്തുക്കൾ ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ എന്തുണ്ടായിരുന്നു? വിശുദ്ധ വസ്തുക്കൾ ഉണ്ടായിരുന്നു. ആ വിശുദ്ധ വസ്തുക്കളെ ചൂഷണം ചെയ്ത് അത് എടുത്തുകൊണ്ടുവന്നായി നമുക്കിവിടെ കാണുവാൻ കഴിയും. അവിടെ മറ്റുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നില്ലേ? മറ്റുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പല ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്ന് വൽക്കാലം നാം അറിഞ്ഞിരിക്കേണ്ടത്, ദേവാലയത്തിൽ വിശുദ്ധിയുള്ളവർ ഉപയോഗിക്കേണ്ട പാത്രങ്ങള്, വിശുദ്ധിയുടെ പാത്രങ്ങള്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന പാത്രങ്ങള് അവൻ കൊണ്ടുവന്ന് അവനെ എന്താക്കി തീർന്നു അറിയാമോ? ഹല്ലേലൂയ, അവന്റെ ദേവന്മാരുടെ മുമ്പിൽ വെച്ചു. ദൈവസ്ഥാനത്തിരിക്കേണ്ട വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുവന്ന് എവിടെ വെച്ചു? വിഗ്രഹങ്ങളുടെ മുമ്പിൽ വെച്ച് അന്യാരാധനയും, ഹല്ലേലൂയ, ദേവന്മാരുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് അത് വഷളാക്കി തീർക്കുവാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ ഇവിടെ ഒരു കാര്യം നടക്കുന്നത് എന്താണെന്നറിയാമോ? അതിലൊരു വിഷയം നിങ്ങൾ മനസ്സിലാക്കുക. ശദ്രക്ക്, മേശക്ക്, അബ്ദനേഗോ മുഖാന്തരം ദേശത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ വിശുദ്ധ വസ്തുവോട് നിന്ന് ദുരുപയോഗം ചെയ്തപ്പോൾ, ഹല്ലേലൂയ, ബെൽശസ്സരേ, നിന്നെ പുല്ല് തിരിക്കുന്നതാക്കി തീർത്തു. ദൈവത്തിന്റെ കരുതലുണ്ടോ? 2 കാര്യമാണ് ചെയ്തത്. വളരെ ചിന്തിക്കുക. നിങ്ങൾ ബൈബിൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. ഒന്ന്, വിശുദ്ധന്മാരെ കൊണ്ടുവന്ന് അശുദ്ധരാക്കാൻ നോക്കിയപ്പോൾ ആ ദേശം അവർ മുഖാന്തരം ആരായി തീർന്നു? വിശുദ്ധന്മാരായി തീർന്നു. ദൈവത്തെ സേവിക്കുന്നവരാക്കി, ദൈവത്തെ ആരാധിക്കുന്നവരായി രാജാവ് പ്രഖ്യാപിക്കേണ്ടി വന്നു. എന്നാൽ ദേവാലയത്തിലെ വസ്തുക്കളെ കൊണ്ടുവന്ന്, വിശുദ്ധ വസ്തുക്കളെ കൊണ്ടുവന്ന് ഉപയോഗിച്ചപ്പോൾ അത് അവർക്ക് എന്തായി തീർന്നു? കണിയും ശാപവുമായി തീർന്നുവെങ്കിൽ ഇന്ന് വൽക്കാലം ഞാൻ അറിഞ്ഞിരിക്കേണ്ടത്, പിശാചിന് ആരെയാണ് വേണ്ടത്? വിശുദ്ധ വസ്തുക്കളെ. പിശാചിന് ആരെയാണ് വേണ്ടത്? വിശുദ്ധന്മാരെ. മനസ്സിലാക്കുക. നീ വിശുദ്ധനായി ജീവിക്കുന്നുവെങ്കിൽ, നീ പരമാർത്ഥമായി ജീവിക്കുന്നുവെങ്കിൽ നിന്നെ വിശ്വാസം മാറ്റിക്കളയുവാൻ പലവിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്റെ സന്നിധിയിൽ നിന്നെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ആക്കി തീർക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ദേശത്തിന് അനുഗ്രഹമായി തീർന്നു. ഒന്ന്, ആ ദേശത്തിന് എന്തായി തീർന്നു? രാജാവിന് എന്തായി തീർന്നു? ശാപമായി തീർന്നു. ശാപമാക്കി തീർക്കുവാനും അനുഗ്രഹമാക്കുവാനും കഴിവുള്ള ദൈവമാണ് എന്ന് പിൽക്കാലം നാം ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിക്കുക. ആ പരിജ്ഞാനം പ്രാപിച്ച ശത്രുക്ക് മേശക അവര് പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യില്ല. 17 വാക്യം പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടിവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അത് പറയുമ്പോൾ
അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്നറിയാമോ? തീ എങ്ങനെയാക്കിയിരിക്കണേ? 7 ഇരട്ടി കൂട്ടിയിരിക്കുകയാണ്. തീ അവർക്കറിയാം എന്ത് തീയിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്. തീയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. കത്തിച്ച് ചാമ്പലാക്കാൻ കഴിയും. ഹല്ലേലൂയ. നീ സ്വർണമാണെങ്കിൽ നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. മനസ്സിലായ? നീ സ്വർണമാണെങ്കിൽ നിന്നെ എന്ത് ചെയ്യാൻ കഴിയും? നിന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. നീ ഒരു ചാമ്പലാണെങ്കിൽ നിന്നെ കത്തി നശിപ്പിക്കാനും കഴിയും. ഹല്ലേലൂയ. നീ തണുപ്പുള്ളവനായിരുന്നെങ്കിൽ നിനക്ക് ചൂട് വേണമെങ്കിൽ ഈ തീ എന്ത് തരും? നിനക്ക് ചൂട് തരും. ഹല്ലേലൂയ. നിനക്ക് വെളിച്ചം വേണമെങ്കിൽ എന്ത് ചെയ്യും? ഈ തീ എന്ത് ചെയ്യും? നിനക്ക് വഴികാട്ടിയായി നിന്റെ മുമ്പിൽ നടക്കും. തീ കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. എന്നാൽ ഇവിടുത്തെ ഉപയോഗം എന്താണെന്ന് അറിയാമോ? ശദ്രക്ക്, മേശയ്ക്ക്, അബ്ദുരൂര് തീയിലിട്ട് എന്ത് ചെയ്യണം? കൊന്നുകളയണം. അതിന് 7 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയാണ് അവരുടെ ധൈര്യം, അവരുടെ പ്രത്യാശ, അവരുടെ വിശ്വാസം. അവരാരിൽ വിശ്വസിച്ചു? പൗലോസ് പറഞ്ഞു, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എനിക്കറിയാം, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം അവരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. എന്താണെന്നറിയാമോ? ഊഹാഭോഗം കച്ചവടത്തിന് ഇറങ്ങി തിരിച്ചവരല്ല നമ്മൾ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. വിടുവിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുവിട്ടാണ് നമ്മൾ എന്തിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള സേവ നടക്കുമ്പോൾ ഈ ശദ്രക്ക്, മേശയ്ക്ക് അതിനോടുള്ള ബന്ധം എന്താണെന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ ഏത് പ്രശ്നം മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കണം. ഞങ്ങളുടെ ദൈവം എന്ത് ചെയ്യും? ഞങ്ങളെ വിടുവിക്കും. വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഞങ്ങൾക്ക് തെറ്റായ കാര്യം ഞങ്ങൾ ചെയ്യുകയില്ല. അതിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, രാജാവിന്റെ കോപം പൂഴ്ത്തു, മുഖഭാവം മാറി, ചൂള പതിവിൽ വിട്ട് ചൂട് പിടിപ്പിച്ചു, 7 ഇരട്ടിയായി മടങ്ങാക്കിയിട്ട് ചൂട് പിടിപ്പിച്ചു. അവൻ എന്ത് ചെയ്തു? കൽപ്പിച്ചു. ഈ നിലനിൽക്കുന്ന വിശ്വാസികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ചിന്ത? സാത്താന്റെ ചിന്ത എന്ന് മനസ്സിലാക്കുക. നീ ധൈര്യം പറഞ്ഞാൽ, നീ വിശ്വാസത്തോട് നിന്നാൽ, നീ സേവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നീ തയ്യാറായാൽ, നീ സേവിക്കുന്ന ദൈവത്തെ മറ്റുള്ളവരുടെ മുന്നിൽ നീ വെളിപ്പെടുത്താൻ തയ്യാറായാൽ, ഈ ലോകത്തിലെ പിശാച് എന്ത് ചെയ്യുന്നറിയാമോ? നിന്നോടുള്ള പോരാട്ടം കുറയ്ക്കുകയല്ല, എന്ത് ചെയ്യും? അത് വലുതാക്കി തീർക്കും. 7 ഇരട്ടി. ഈ തീയിലിട്ട ശത്രുക്ക്, മേശയ്ക്ക് അവൻ മരിക്കില്ലേ? ചത്തുപോകും. ഇപ്പുള്ള തീയിൽ വീണാലും ഈയാൻ പാറ്റ ചത്തുപോകുന്ന പോലെ ശത്രുക്ക്, മേശയ്ക്ക് അവനും എന്ത് ചെയ്യും? ചത്തുപോകും. എന്നാൽ പിശാചി എന്ത് ചെയ്തു അറിയാമോ? ഹല്ലേലൂയ. രാജാവിന് കോപം വർദ്ധിപ്പിച്ചു. ഇവരോട് ദേഷ്യം ഭാവം കാണിച്ചു. അവന് മുഖഭാവം മാറിയെന്ന്. എന്നിട്ട് പറയാണ്, ഇവരെ എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് എന്ത് ചെയ്യണം? കൊന്നുകളയണം. അപ്പൊ ശത്രുക്ക്, മേശയ്ക്കും എന്തായി? ഹല്ലേലൂയ. നീറി ചാവാതെ ഒറ്റയടിക്ക് എന്ത് ചെയ്യാം? ചാവാമെന്നുള്ള, മരിക്കാമെന്നുള്ള പ്രത്യാശയും വിശ്വാസത്തിലേക്ക് വന്നു. മറ്റേത് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ഇപ്പൊ 7 ഇരട്ടി കൂട്ടിയപ്പോൾ എന്തുണ്ടാക്കി? കൊണ്ടുവന്നിടുന്ന വ്യക്തി ജീവിതങ്ങളടക്കം മരിച്ചു പോകാവുന്ന, കരിഞ്ഞു പോകാവുന്ന രൂപത്തിൽ ആക്കി തീർക്കുന്ന ആ പൈശാചിക ശക്തി അവിടെ വർദ്ധിച്ച് 7 ഇരട്ടി തീ കൂട്ടുമ്പോൾ ശത്രുക്ക്, മേശയ്ക്ക് അതിനുള്ള ചിന്ത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഞങ്ങളുടെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളിൽ വെളിപ്പെടും. വെളിപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ശക്തന്റെ നേരം കൊണ്ട് എന്ത് ചെയ്യും? കത്തി ചാമ്പലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമില്ല. ഞങ്ങൾ ധൈര്യവാന്മാരാണ്, ഞങ്ങൾ പ്രത്യാശയുള്ളവരാണ്, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്. ഈ ദൈവത്തെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ആരാധന കടന്നു വരുമ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്നറിയാ? ഒരു വിശ്വാസവും ധൈര്യവും പ്രത്യാശയും കിട്ടണം. മറ്റുള്ളവർ പോലെ നടക്കുവാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. ആരാധനയ്ക്ക് വരുമ്പോൾ 1 മണിക്കൂർ നമ്മൾ ദൈവത്തെ ആരാധിച്ചു, ഇല്ലേ? 1 മണിക്കൂർ നമ്മൾ ദൈവത്തെ ആരാധിച്ചു. ആരാധനയിൽ കൂടി അനുഗ്രഹിക്കുന്ന പോലെ തന്നെ വചന ശുശ്രൂഷകൾ കേട്ട് അത് അംഗീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെയും ഭാവി അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശത്രുക്ക്, മേശയ്ക്ക് അതിന് 7 ഇരട്ടി തീ വർദ്ധിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. സെക്കൻഡ് നേരം കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾ ആശിച്ച തുറമുഖത്ത് എത്തിച്ചേരാം. അനേകർക്ക് മരിക്കാൻ പേടിയാണ്. ശത്രുക്ക്, മേശയ്ക്ക് അതിന് മരിക്കാൻ പേടിയില്ല. വിശ്വാസിയെ, നീ പോകുന്ന സ്ഥലത്തെ കുറിച്ച് നീ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, നിന്റെ വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ,
നിന്റെ മണവാളിനെ കുറിച്ച് എന്തെങ്കിലും വെളിപ്പാട് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണ ദിവസം ഇന്നതാണെന്ന് തീരുമാനം വന്നു കഴിഞ്ഞാൽ നീ അന്ന് നിലവിളിക്കല്ല വേണ്ടത്. ശദ്രക്ക് മേശക്ക് അബ്ദുനോട് പോലെ പറയണം, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ദൈവം, ഞങ്ങളുടെ ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളെ കഷ്ടത്തിൽ വിടിവിക്കുന്ന ദൈവം, ഞങ്ങൾ ഈ അന്യദേശത്ത് വന്ന് പരദേശികളായി പാർത്ത് നിന്റെ കീഴിലിരുന്ന് ഈ കച്ചട അല്ലെങ്കിൽ ഈ തെറ്റായ കാര്യങ്ങൾ ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടവരല്ല. ഇവരെവിടെയാണെന്നറിയാമോ? യെരുശലേമിലല്ല, നെബൂഖദ്നേസറിന്റെ രാജാവിന്റെ കീഴിലാണ്. അവൻ ബുദ്ധിയുള്ളവരാണ്. അതിൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവരെ, ജ്ഞാനമുള്ളവരാണ്, വിവേകമുള്ളവരാണ്, അറിവുള്ളവരാണ്, ഹല്ലേലൂയ, സകല പൂർണ്ണത തെളിഞ്ഞവരാണ് ഇവരും 3 പേരും 4 പേരും. എന്നാൽ അതിൽ നിന്ന് ഈ ലോകത്തിന്റെ മുൻപിൽ ഇവരെ വിഡ്ഢികളാക്കുവാൻ, ഇവരെ ഹല്ലേലൂയ അപമാനപ്പെടുത്തുവാൻ, ഇവരെ ദുഷിക്കുവാൻ, ഇവരെ ദൈവത്തെ ഇല്ലായ്മയാക്കുവാൻ, അവർ ശക്തി ത്യജിച്ചു കളയുവാൻ ദുഷ്ട പിശാചായവൻ ഇവരോട് പോർക്കളത്തിൽ നിർത്തി പോരാടുമ്പോൾ അവർ പറയുന്ന ധൈര്യം എന്താണെന്നറിയാമോ? നീ ഞങ്ങളെ ഇപ്പൊ മരിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇന്ന് ഞങ്ങൾ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുവെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ സ്വസ്ഥമായി സമാധാനമായി ആ പ്രത്യാശ ഭവനത്തിലെത്തി ഞങ്ങൾ ദൈവത്തോടുകൂടെ ഞങ്ങൾ ആശിക്കുന്നവനും ഞങ്ങൾ വിശ്വസിക്കുന്നവനും അല്ലെങ്കിൽ ഞാൻ സേവിക്കുന്നതുമായ ദൈവത്തെ കണ്ടുമുട്ടാമെന്നുള്ള പ്രത്യാശയായിരുന്നു അവരില്. നമുക്ക് മരിക്കുന്ന പേടിയില്ല. എന്താ കാരണം അറിയാമോ? വിവാഹ നിശ്ചയം ചെയ്തിട്ടില്ല. വിവാഹ നിശ്ചയം ചെയ്ത വ്യക്തിയെ കുറിച്ച് അറിവില്ലാതെ പോയി. വിവാഹം എന്ന് നടക്കുമെന്ന് നീ അറിവില്ലാതെ പോയി. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, യഹോവേ ദൈവമേ, എന്റെ നാളുകൾ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. ഹല്ലേലൂയ, ഞാൻ എന്ന് ദൈവസന്നിധി ചെല്ലുവാൻ ഇടയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ശദ്രക്ക്, മേശക്ക്, അബ്ദുനഗോ. എന്നാൽ ഹല്ലേലൂയ, ദൈവം അവരെ വിടുവിച്ചു ഇല്ലേ? നമ്മെ വിടുവിക്കാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ, ഏത് ചൂടിന് മുമ്പിൽ നിന്നും, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും, ഏത് ദുഷ്ടന്റെ കയ്യിൽ നിന്നും, ഏത് ബലമുള്ള രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ഹല്ലേലൂയ നിന്നെയും എന്നെയും വിടുവിക്കുവാൻ കഴിയുള്ള ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് ഇന്ന് പിൽക്കാലം മനസ്സിലാക്കുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒന്ന് വിശുദ്ധന്മാരെ ദൈവത്തിന് ആവശ്യം, അല്ല പിശാചിന് ആവശ്യം. ഒന്ന് ശദ്രക്ക്, മേശക്ക്, അബ്ദുനഗോ, ദാനിയേലിനെ ആർക്കാവശ്യം? പിശാചിന് ആവശ്യം. അവരുടെ വിശ്വാസം തകർത്ത് കളയണം, അവരുടെ പ്രത്യാശ വെച്ച് കളയണം, അവർ ആരാധന ഇല്ലാതെയാക്കണം, അവർ ദൈവത്തിൽ നിന്ന് ആ വിടുതൽ നൽകണം. സേവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് അവരുടെ ദൈവത്തെ സേവിക്കുവാൻ വിശുദ്ധന്മാരോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ വിശുദ്ധ വസ്തുക്കളെ കൊണ്ടുവന്ന് ഹല്ലേലൂയ അപമാനപ്പെടുത്തുവാനും ഈ പൈശാചികൻ പരിശ്രമിക്കുമ്പോൾ നാം ഒരു കാര്യം ചെയ്യണം, അതിൽ നിന്ന് വേർപാട് പാലിക്കുന്നവരായിരിക്കണം. അതിനെന്ത് വേണമെന്നറിയാമോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവം. 3 പേര് അവിടെ 3 പേരേ ഉള്ളൂ. എന്നാൽ ആരാധനയ്ക്ക് 3 പേരുള്ളൂ കേട്ടോ. സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ 3 പേരുള്ളൂ. വ്യത്യസ്തപ്പെട്ട് ആരാധിക്കാൻ 3 പേരുള്ളൂ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ 3 പേരുള്ളൂ. തീയിൽ വീടേണ്ടി വന്നാലും കിടക്കേണ്ടി വന്നാലും അവരുടെ വിശ്വാസം മാറ്റിക്കളയാത്ത 3 പേര് മാത്രമേ അവിടെ കാണുന്നതിന് കഴിയുന്നുള്ളൂ. ഇന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തോട് ചോദ്യം ചെയ്യുന്ന പല പ്രശ്നങ്ങൾ വരും. ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തോട് പോരാടുന്ന ശക്തി വരും, നമ്മുടെ ജീവിതത്തോട് പോരാടുന്ന പല ശക്തികൾ വരും. നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ, നമ്മുടെ വിശ്വാസം മാറ്റിക്കളയുവാൻ, നമ്മെ ഇല്ലായ്മയാക്കുവാൻ, ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ അനേക ശക്തികൾ, അത് സ്വന്തക്കാരായിരിക്കാം, അത് ബന്ധക്കാരായിരിക്കാം, അത് രാഷ്ട്രീയക്കാരായിരിക്കാം, അത് നമ്മുടെ ദേശക്കാരായിരിക്കാം, നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി, നമ്മെ ഇല്ലായ്മയാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ഞാൻ സേവിക്കുന്ന ദൈവമാരെ, ഞാൻ പിൻപറ്റുന്ന ദൈവമാരെ, ഞാൻ ആരാധിക്കുന്ന ദൈവമാരെ, എന്നെ വിടുവിക്കുന്ന ദൈവമാരെ, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാപ്പാൻ അവൻ ശക്തനാണെന്നുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും നമ്മളിൽ ഉണ്ടായിരിക്കണം. ആരാധനയ്ക്ക് എന്തിനാ വരണേ? വെറുതെ ഈ കിന്നരം കേൾക്കാനാ, ഓർഗൻ കേൾക്കാനാ അല്ല. അതവർ പാടട്ടെ. നാം വരുന്നത് എന്തെന്നറിയാമോ? വ്യക്തമായി ദൈവത്തെ ആരാധിപ്പാൻ, വ്യക്തമായി ആരാധിപ്പാൻ. അവര് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് സേവിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവരായിരുന്നു. മനസ്സിലായ? ആ സേവിക്കുന്ന ദൈവത്തിൽ അവരെ പൂർണ്ണമായി
വിശ്വസിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവര് ആ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ അവര് ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. ഒരു തീരുമാനം എടുക്കുമ്പോഴേ ഈ വെള്ളത്തിലിറക്കി പാസ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ നിന്ന് ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നവന്റെ വെള്ളത്തിൽ മുക്കി എണിക്കുമ്പോൾ തലയിൽ കൈവച്ചു, മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ നീ ജീവകിരീടം എവിടെ വരെ ഇരിക്കണം? മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കണം. മരണപര്യന്തം നീ ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കണം. മരണപര്യന്തം നീ സേവിക്കുന്നതായിരിക്കണം. മരണപര്യന്തം നീ വീവിന്റെ പുറകെ നടക്കുന്നവരായിരിക്കണം. മരണപര്യന്തം ദൈവഹിതത്തിന് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് തീയായിരിക്കാം, അത് വെള്ളമായിരിക്കാം, പലവിധമായ പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ മരണപര്യന്തം നീ വിശ്വസ്തനായിരുന്നാൽ മാത്രമേ നിനക്ക് എന്ത് ലഭിക്കുള്ളൂ? കിരീടം, ജീവകിരീടം ലഭിക്കുള്ളൂ എന്ന് ബൽക്കാൻ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇവര് എന്ത് ചെയ്തെന്നറിയാമോ? ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. മറ്റൊരു കാര്യം, അതിൽ നാലാമത് നമുക്ക് അഞ്ചാമത് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറിയാമോ? ഹല്ലേലൂയ. സേവിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്ന് അവർ വ്യക്തമായി മുൻകൂട്ടി എന്ത് ചെയ്തു? യെരുശലേമിൽ അവർ ജീവിക്കുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കണേന്ന്. അവിടുന്ന് പിടിച്ചു വരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കുന്നു. ഈ ബിംബത്തിനെ ആരാധിക്കാൻ പറയുമ്പോൾ അവർക്കറിയാം ഞങ്ങൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഊഹാഭോഗത്തിലെ ഈ വിശ്വാസം ഇത് നടന്നിട്ട് ഒരു പ്രയോജനം കേട്ടോ. അവര് കരയുന്നുണ്ട്, അപ്പൊ ഞാനും കരഞ്ഞു. അവര് നിലവിളിക്കണ്ട്, ഞാനും നിലവിളിച്ചു. അവര് പോണ കണ്ടു, ഞാനും വേണം. അതല്ല ക്രിസ്ത്യ ജീവിതം. നമുക്ക് വ്യക്തമായി എന്തുണ്ടായിരിക്കണം? ഒരറിവ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതിൻ്റെ ആ സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് എങ്ങനെ പൂർണ്ണമായ ഒരു വിശ്വാസം. അതിന് 22-ാം വാക്യം വായിക്കാം. 22. അത് മനസ്സിലായ? നിന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന ശക്തിയെ നശിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് ഇന്നുണ്ട്. നിന്നെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. ആരാധിക്കുന്നില്ല എന്നാണ് നോക്കണേ. അവന്റെ പ്രത്യാശ നശിപ്പിക്കാനാണ് നോക്കണേ. അവനെ തീയിട്ട് കൊല്ലുവാനാണ് നോക്കുന്നത്. അവനെ ഭൂമിയിൽ നിന്ന് മാറ്റുവാനാണ് നോക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്താ അറിയാമോ? ആര് നിന്നെ കുഴിയിലിടുവാൻ നോക്കുന്നുവോ അവൻ എന്ത് ചെയ്യും? കുഴിയില്. ആര് നിന്നെ തീയിലിടുവാൻ നോക്കുന്നുവോ അവരെന്ത് ചെയ്യും? തീയിൽ വീഴും. ആര് നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നുവോ അവര് നിന്നെ എന്ത് ചെയ്യും? അവൻ നശിച്ചു പോകും. മൊർദെഖായിയുടെ കഥ പഠിക്കുമ്പോൾ, എസ്തേറിന്റെ കഥയൊക്കെ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, തൂക്കിക്കൊല്ലുവാൻ അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഴുമരത്തിന്മേൽ തന്നെ കഴുമരമുണ്ടാക്കിയ മനുഷ്യനെയും പുത്രന്മാരെയും തൂക്കിക്കൊല്ലുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. വിധി തിരിച്ചെഴുതുവാൻ കഴിവുള്ള ദൈവം. നമ്മുടെ പ്രത്യാശയും വിശ്വാസനും ഭംഗം വരുന്ന ഒരു പ്രശ്നം വരുമ്പോൾ, ഹല്ലേലൂയ, അത് മാറ്റാതെ നാം നിൽക്കുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ കൊണ്ട് ഇടുവാൻ ചെന്ന ഒരു നീതും രാജാവിന് സന്തോഷം 7 ഇരട്ടി കൂട്ടിയില്ലേ. ഇവിടെ കത്തിക്കുന്നവർക്കും വളരെ സന്തോഷം. ഇവരെ ചിന്ത എന്താണ്? ശത്രുഘ്നമേശകനോ പെട്ടെന്ന് ചത്തു പോകട്ടെ. അപ്പൊ ഈ ശത്രുഘ്നമേശകൻ അവരുടെ ചിന്ത എന്താണ്? നീറി ചാവാതെ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി. പലരും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് രോഗകിടക്ക വേണ്ടട്ടോ, ഞാൻ രോഗകിടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പലരും ഇപ്പൊ പറയുന്നത് അതാണ്, ഞാൻ രോഗകിടക്കയിൽ കിടന്ന് ദീർഘശ്വാസം വലിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്തോട്ടെ, ആ ചിന്ത വീഴ്ക്കുമ്പോൾ കടന്നുകൂടി നീറി മരിക്കാതെ പെട്ടെന്ന്. എന്നാൽ പെട്ടെന്ന് മരിച്ചത് ആരാണെന്നറിയാമോ? കൊണ്ടിടാൻ വന്നവര് ഹല്ലേലൂയ വീണ് മരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പൽക്കാലം നിങ്ങൾ ദൈവദൂതായിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലാമേക്കുവാൻ, നിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി കളയുവാൻ, നിന്നെ നശിപ്പിച്ച് കളയുവാൻ, ദൈവസ്നേഹത്തിന് മാറ്റി കളയുവാൻ പല ശത്രുക്കൾ പല വിധത്തിൽ ഉപദ്രവിക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരാളെ കുറിച്ച് അഞ്ച് വിഷയമാണ് എനിക്ക് വെളിപ്പെട്ടത്. 5 കാര്യം. അതിന് വഴി തടയുക, ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കളയുക, തലമുറയെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, ആത്മഹത്യക്ക് ഒരുങ്ങുക. മനസ്സിലായ? ചെറിയവരല്ല കേട്ടോ, വലിയവര്. ഒരു ദൈവദാസനെ എപ്രകാരം പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്? നിത്യത
നഷ്ടപ്പെടുത്താതെ നീ സൂക്ഷിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമ്മൾ പറയാണ്, നീ നിത്യത നഷ്ടപ്പെടുത്താതെ നീ എന്ത് ചെയ്തോ? സൂക്ഷിച്ചോ. നിത്യത നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. ദേഹം വേഗി ആത്മാവിനെ നമുക്ക് വേർപ്പെടുത്തുവാൻ തീന് കഴിയും. ദേഹം വേഗി ആത്മാവിനെ വേർപ്പെടുത്തുവാൻ നമ്മുടെ വെള്ളത്തിന് കഴിയും. ദേഹം വേഗി ആത്മാവിനെ വേർപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ കത്തിക്ക് കഴിയും. ദേഹം വേഗി ആത്മാവിനെ വേർപ്പെടുത്തുവാൻ ഇവിടുത്തെ പോയ്സിന് കഴിയും. എന്നാൽ വേർപ്പെടാത്തൊരു ക്രിസ്തു നമ്മോട് കൂടെ, നമ്മെ ഉള്ളങ്കയിൽ വഹിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ. നിത്യത നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് വലിയ കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിശ്വാസ ലോകമേ, വിശ്വാസികളെ, ദൈവമക്കളെ, നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുക. തീ നമ്മെ ദഹിപ്പിച്ച് കളയില്ല, അഗ്നിജാലം നമ്മെ ദഹിപ്പിച്ച് കളയില്ല, പെരുവെള്ളം നമ്മെ മൂക്കി കളയില്ല, ഈ ലോകത്തിലെ യാതൊന്നും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തെ നാം കീഴ്പ്പെട്ട് ദൈവത്തെ നാം ആരാധിക്കുന്നുവെങ്കിൽ അതിന്റെ കീഴെ എല്ലാ ശക്തികളും വരും. അതാണ് ക്രിസ്ത്യ ജീവിതം. നമ്മൾ വിചാരിക്കും, എന്തിനാ ഈ 2 മണിക്കൂർ ഇങ്ങനെ ആരാധിക്കാൻ വരണേ, കൊട്ടും പാട്ടും കേൾക്കല്ലേ നല്ലതെന്ന് തോന്നാം. എന്നാൽ നമ്മൾ വചനത്തിൽ വേരൂന്നി വചനത്തിൽ എന്ത് പറയുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാം ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം ധന്യമായി തീരും. നമ്മെ കുഴിയിടുവാൻ നോക്കുന്നവർ കുഴിയിൽ വീഴും, നമ്മെ തീയിലിടുവാൻ വീഴുന്നവർ കത്തിച്ചാമ്പലായി മാറും. നമ്മെ വെള്ളത്തിൽ മുക്കിക്കൊള്ളുവാൻ തീരുമാനമെടുത്ത ഹല്ലേലൂയ ജീവിതങ്ങൾ ഹല്ലേലൂയ ഫറവോനും കൂട്ടും ആ വെള്ളത്തിൽ തന്നെ ചത്ത് പൊങ്ങുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്ത്യ ജീവിതത്തിന്റെ ശ്രേഷ്ഠത, ധന്യമായ ജീവിതം, ശ്രേഷ്ഠമായ ജീവിതം. അതുകൊണ്ട് ഇന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ നിത്യത എന്ത് ചെയ്യരുത്? നഷ്ടമാക്കി കളയരുത്. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അവനുമായി കൂടി വാഴേണ്ടതാണ് നാം. അവന്റെ മണവാട്ടിയാകേണ്ടത് നാം, അവന്റെ മക്കളാകേണ്ടത് നാം, അവനോടുകൂടെ വാഴേണ്ടതാണ് നാം. അതിൽ നിന്ന് മാറ്റിക്കളയുവാൻ പലവിധ തന്ത്രങ്ങൾ, ഒരു വിശുദ്ധനെ നശിപ്പിച്ച് കളയുവാൻ ഇന്നിപ്പോ പല ചാനലുകൾ എഴുന്നേറ്റിരിക്കുക. വിശുദ്ധനെ എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം, ഇല്ലായ്മയാക്കണം, അവന്റെ കുറ്റം കുറവും വിളിച്ചു പറയണം. എന്നാ ഇവിടെ അനേകം കുറ്റം കുറവുള്ളവരില്ലേ? ഇല്ല. ആരെ വിളിച്ചു പറയാൻ താല്പര്യം എന്നറിയാമോ? നീ ഒരു വിശുദ്ധനായി നടക്കുന്നുവെങ്കിൽ, നീ ഒരു ശത്രുക്കായി നടക്കുന്നുവെങ്കിൽ, നീ ഒരു മെസ്സിക്കായി നടക്കുന്നുവെങ്കിൽ, നീ ഒരു അഭിനവായി ജീവിക്കുന്നുവെങ്കിൽ, നിന്നെ തീയിലിട്ട് നശിപ്പിക്കുവാൻ സകലവിധമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വൽക്കാലം നാം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാം, നിത്യനായ ദൈവത്തെ കുറിച്ച് അറിവ് പ്രാപിക്കാം, നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് അറിവ് പ്രാപിക്കാം, നമ്മാരെ പിൻപറ്റുന്നെന്ന് നമുക്ക് ഹല്ലേലൂയ വെളിപ്പാട് പ്രാപിക്കാം, നമ്മെ എവിടെ എത്തിച്ചേരുമെന്നുള്ള വെളിപ്പാട് പ്രാപിക്കാം, നമുക്ക് എന്ത് പ്രതിഫലം ലഭിക്കുമെന്നുള്ള വെളിപ്പാട് പ്രാപിക്കാം, നാം കർത്താവിന്റെ ആരായി തീരുമെന്ന് നമുക്ക് വെളിപ്പാട് പ്രാപിക്കാം, നാം എത്ര വർഷം നിത്യതയിൽ വാഴുമെന്നുള്ള വെളിപ്പാട് പ്രാപിക്കാം. അങ്ങനെ വെളിപ്പാട് പ്രാപിച്ച ശത്രുക്ക് മേശിക്കാവുന്ന ധൈര്യത്തോടെ പറയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും, വിടുവിച്ചില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ എന്ത് ചെയ്യില്ല. ജനത്തിന് ചോദിക്കാനുള്ളത്, നിനക്ക് ഭ്രാന്തുണ്ടാ? നിങ്ങൾ 3 പേര് അല്ലേ? നിങ്ങൾ എത്ര പേര്? 3 പേര്. നിങ്ങൾ ഈ ലോകം മുഴുവൻ മാറ്റാൻ നിൽക്കണം അല്ലേ? ഞങ്ങളുടെ ഉപദേശമൊക്കെ മാറ്റാൻ നിങ്ങളാണ് പരിശ്രമിക്കുന്നത്. നമ്മൾ 3 പേര് നിന്നാലും 8 പേര് മതിയായാലും മതി. പെട്ടകത്തിന്റെ അകത്ത് 8 പേരാണെങ്കിൽ അവർക്ക് ഈ ലോകത്തെ മുഴുവനും ഭരിക്കാനുള്ള അധികാരം ദൈവം കൊടുക്കും. വെള്ളം പൊന്തി, വെള്ളം താണു, പെട്ടകം തുറന്നു, 8 പേരുടെയായി തീർന്നു ലോകം മുഴുവനും. മനസ്സിലായോ നിങ്ങൾക്ക് മർമ്മം? പെട്ടകം തുറന്ന് 8 പേര് പുറത്തേക്ക് വന്നപ്പോൾ ഈ ലോകം മുഴുവൻ ആരുടെ? 8 പേരുടെ. നീ കൃത്യമായി ദൈവത്തെ സേവിക്ക്, കൃത്യമായി ദൈവത്തെ ആരാധിക്ക്, കൃത്യമായി വെളിപ്പാട് പ്രാപിക്ക്, നീ ആരാണെന്ന് മനസ്സിലാക്ക്, നിത്യത നഷ്ടപ്പെടാതെ നീ മുന്നോട്ട് പോ. ഹല്ലേലൂയ. അതിന്റെ 25-ാം വാക്യം നമുക്ക് വായിക്കാം. നാലാമത്തെ രൂപം ആരെ പോലെ? ദൈവപുത്രൻ അല്ലേ? ഹല്ലേലൂയ. മനസ്സിലായ? ഇപ്പൊ നിന്നെ സഹായിക്കാൻ ആരാ വരേണ്ടത്? പ്രൊഫസർ വന്നാൽ മതി. വെള്ളം കൊണ്ട് വാ. വെള്ളം കൊണ്ട് 4 വണ്ടി വന്നു, 5 വണ്ടി വന്നു, തീ കെട്ടാൻ പറ്റാണ്ട് വട്ടം തിരിഞ്ഞ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നെ ചുമലിലേറ്റുവാൻ, നിനക്ക് തണുപ്പ് തരുവാൻ,
നിനക്ക് വിശ്രമം തരുവാൻ, അതികഠിനമായ ചൂടിൽ നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, നിനക്ക് തണുപ്പേകുവാൻ ആര് വരുന്നു? ദൈവപുത്രനോട് സദൃശനായവൻ. ഹല്ലേലൂയ, വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ശദ്രക്ക് മേശക്ക് അബ്ദുനഗോവേ, നീ ചെറിയവനോ വലിയവനോ? നീ ആരാണ്? നീ ചെറിയവനോ വലിയവനോ? നീ ചെറിയവരാണോ? അവർക്ക് പറയാനുള്ളത്, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തണർന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനെ പോലെ സദൃശനായവൻ ഞങ്ങളുടെ സമയത്തേക്ക് വരും. ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളെ സംരക്ഷിക്കുവാൻ, ഞങ്ങൾക്ക് തണലേകുവാൻ, ഞങ്ങൾക്ക് തണുപ്പേകുവാൻ. ഹല്ലേലൂയ, ദൈവമായവൻ ഇറങ്ങി വരും. ദൈവപുത്രനോട് സദൃശനായവൻ അവിടെ ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവൻ ആരാണെന്നറിയാമോ? ഹല്ലേലൂയ, ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാട്, ഏദൻ തോട്ടത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്, കാൽവരി ക്രൂശിന്മേൽ, ഹല്ലേലൂയ, നമുക്കായി അറക്കപ്പെട്ട കുഞ്ഞാട്, മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട്. നിന്നെ വീണ്ടെടുപ്പാൻ അവന്റെ രക്തത്തിന് കഴിയും. നിന്നെ സംരക്ഷിക്കുവാൻ അവന്റെ മാംസത്തിന് കഴിയും. നിന്നെ വഴി നടത്തുവാൻ ആ ദൈവത്തിന് കഴിയും. അവൻ സാക്ഷാൽ ദൈവപുത്രനായി നിനക്ക് ഓരോ സമയത്തും വെളിപ്പെടുന്ന ദൈവമാണെന്ന് ഇന്ന് വൽക്കാലം നീ മനസ്സിലാക്കുക. നീ തീയിൽ കൂടിയാണോ നടക്കുന്നത്? ഹല്ലേലൂയ, നിനക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കി, സ്വർഗത്തിൽ നിന്ന് അവൻ നോക്കി നിന്റെ ആവശ്യ സമയത്ത് നിന്നെ സഹായിപ്പാൻ വരുന്ന ദൈവമാണ് ദൈവം. ഇവിടെ ഒരു മർമ്മം മനസ്സിലാക്കുക. അതികഠിനമായ 7 ഇരട്ടി തീ വർദ്ധിച്ചപ്പോൾ തീയായവൻ, ഹല്ലേലൂയ, സകലത്തിനെയും ഉടയവനായവൻ, ദൈവപുത്രനായ സദൃശനായവൻ അവിടെ ഇറങ്ങി വന്ന് അവനും തീയെ, ഈ തീക്കുണ്ടത്തിലും തീ, രണ്ടും തീ കൂടി യോജിച്ചപ്പോൾ, ഹല്ലേലൂയ, ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വേർപിരിക്കുമ്പോൾ അത് മറ്റൊരു തീയായി മാറുന്നത് പോലെ ഇന്ന് വൽക്കാലം നാം അറിഞ്ഞിരിക്കേണ്ടത്, സ്വർഗമായ തീയായ ദൈവപുത്രൻ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ലോകത്തിന്റെ തീയായ തീയെ ഒന്നുമല്ലാതെ പോയതായി നമുക്ക് കാണുവാൻ കഴിയും. അറിഞ്ഞിരിക്കുക, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ ഇല്ലായ്മയാക്കുവാൻ, നിന്നെ ചോദന ചെയ്യുന്ന തീയ് നിനക്കത് അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവമാണ് ഇന്ന് വൽക്കാലം നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം സേവ ചെയ്യുന്നത് ആരെയാണെന്നൊരു അറിവ് പ്രാപിക്കുക. അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിക്കാം. യാതൊരു കേടും കൂടാതെ ആ പുരുഷന്മാരുടെ ദേഹത്ത് എന്ത് ചെയ്തില്ല? തീ പിടിക്കില്ല എന്ന്. അവരുടെ തലമുടി എന്ത് ചെയ്തില്ല? കത്തിപ്പോയില്ല എന്ന്. തീയുടെ മണം പോലും തട്ടാതെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പിൽക്കാലം അറിയുക. തീയുടെ മണം പോലും തട്ടാതെ പരിപാലിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കുക. വിശ്വാസിക്ക് ചെറിയൊരു നിരവീഴ്ച വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവൻ ഓട്ടം. എലിയെ ആ പോയത്തിട്ട മരിനെ അവൻ ഓടുക പരാക്രമണിച്ചിട്ട്. നമ്മുടെ ജീവിതത്തിൽ സേവിക്കുന്ന ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തീയുടെ ശക്തിയെ എന്ത് ചെയ്യും? തീയുടെ ബലത്തെ കെടുത്തും. തീയുണ്ട്, എബ്രായ ലേഖനത്തിൽ അതാണ് പറയുന്നത്, അവർ വിശ്വാസത്താൽ തീയുടെ ബലം എന്തു കെടുത്തു. തീയുണ്ട്, അഗ്നി പരിശോധനയുണ്ട്, തീയുടെ അനുഭവം വരും, നിന്നെ തീയിലിട്ടെന്ന് വരും, മറ്റെല്ലാവരും കത്തിപ്പോയിന്ന് വരും. എന്നാൽ നിന്നെ കത്തിച്ച് കളയുവാൻ ദൈവത്തിന് എന്തില്ല? ഇഷ്ടം തോന്നുകയില്ല, നിന്നെ കത്തിച്ച് കളയുകയില്ല. തീയുടെ ഒരു ശക്തി പോലും അവന്റെ പേര് വരാതെ വണ്ണം അവരുടെ തലമുടി പോലും സൂക്ഷിക്കുന്ന ദൈവം. അതാണ് പറഞ്ഞത്, നിന്റെ തലമുടി എന്ത് ചെയ്യും? താഴ്ത്തു വീഴും, ഞാൻ എന്ത് ചെയ്യും? അറിയും. മനസ്സിലായ? നമ്മുടെ ദൈവം ആരാണെന്ന് പിൽക്കാലം അറിയണമെങ്കിൽ നാം സേവിക്കുന്ന ദൈവം,
ഹല്ലേലൂയ. നാം ആരെയാണ് സേവിക്കുന്ന അറിവ് പ്രാപിക്കണം. നാം ആരെ പുറകെയാണ് നാം നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആരാണ് എന്നെ വിളിച്ച് വേർതിരിച്ചെന്ന് മനസ്സിലാക്കണം. ആരാണ് എന്നെ യെരൂശലേമിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് അറിയണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് നാം ഇന്ന് പിൽക്കാലം ശോധന ചെയ്യണം. ജീവനുള്ള ദൈവത്തെ സേവിക്കുക, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക. നിന്റെ തലമുടിക്ക് പോലും ദോഷം വരാതെ, തീയുടെ ഒരു ഒരു അംശം പോലും നിന്നെ വരാതെ, ഹല്ലേലൂയ, നിന്നെ കാത്തുവരുവാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് പിൽക്കാലം നമ്മെ സേവിക്കുന്നത് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല, തളർന്നു പോകേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ധൈര്യത്തോട് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും. 27 വാക്യം, യാതൊരു കേടും വരുത്താതെ അവരെ സൂക്ഷിച്ചത് ദൈവപുത്രനോട് സദൃശനായും കൂടെ ഉണ്ട്. ഇന്ന് പിൽക്കാലം അറിഞ്ഞിരിക്കുക, നമ്മുടെ കൂടെ ആരുണ്ട്? വലിയവനായ ദൈവം. അവൻ ആരാണെന്നറിയാമോ? ദൈവപുത്രനോട് സമനായ ഒരു മനുഷ്യൻ. അവൻ ദൈവപുത്രനാണ്, അവൻ മനുഷ്യപുത്രനാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. ഇസ്രായേലിനെ വിടുവിപ്പാൻ മിസ്രയീം ദേശത്തിറങ്ങി വന്ന് ഇസ്രായേലിന്റെ ആദിജാതന്മാരെ കൊന്നുകളയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേലേ നീ ആരാണ് സേവിക്കുന്നത്? അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെയാണ് സേവിക്കുന്നത്, അതുകൊണ്ട് ശത്രു സംഹാരം ഞങ്ങൾക്ക് ഭവിക്കുകയില്ല, സംഹാരദൂതൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അടുക്കയില്ല. വിശ്വാസിനെ കാണുമ്പോൾ തന്നെ ഭയം, അവരെ കട്ടളകാലുമ്പോഴും കുറുമ്പോഴും കാണുമ്പോൾ തന്നെ ഭയം, അവർ പോകുന്നിടത്തും ഭയം, നിൽക്കുന്നിടത്തും ഭയം. അതുകൊണ്ട് ആ ഭയം വരണമെങ്കിൽ നീ ആരായിരിക്കണം? നിന്റെ സേവ ദൈവത്തെ ആയിരിക്കണം, നീ പിൻപറ്റുന്നത് ദൈവത്തെ ആയിരിക്കണം, നീ അനുസരിക്കുന്നത് ദൈവത്തെ ആയിരിക്കണം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നത് ദൈവത്തെ ആയിരിക്കണം. ഇന്ന് പിൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവമാണ് നമ്മെ നടത്തുന്നത് വിശ്വസിക്കുക. അവന് നാം പരമാർത്ഥത്തോടെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ ആ തീയിൽ നിന്ന് വിടിയിപ്പാൻ കഴിവുള്ള ദൈവം ഇന്ന് പിൽക്കാലം നമ്മളെയും തീയിൽ നിന്ന് വിടുവിക്കും. അതിന് 30-ാം വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 30-ാം വാക്യം, എല്ലാവരും വിചാരിച്ച് തീയിൽ വീഴുമ്പോൾ നമ്മൾ താഴോട്ട് പോയിട്ട് എല്ലാം കഴിഞ്ഞു പോകുന്നു വിചാരിച്ചേ. എന്നാൽ നിന്നെ ഇപ്പൊ തീയിലിട്ട് എന്തിനാണ്? ഒന്ന് മനസ്സിലാക്കാൻ. ഒന്ന്, നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തണം, മനസ്സിലായ? 2, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം. 3, നിന്നെ തീയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ആരാണെന്ന് അറിയണം. 4, ഹല്ലേലൂയ, നിന്നെ തീയിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? നശിപ്പിച്ച് കളയാൻ സാധിക്കില്ല എന്ന് ലോകം മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിന്നെ സഹായിപ്പാൻ ദൈവപുത്രന് സമനായ ഒരുത്തൻ വരുമെന്ന് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, നിന്നെ തീയിലിട്ട് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയോ? മറ്റുള്ള മുമ്പിൽ നീ ശ്രേഷ്ഠനാകണം. നിന്നെ തീയിലിടുമ്പോൾ നീ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? മറ്റുള്ള മുമ്പിൽ നിന്നെ ആരാക്കി തീർക്കും? ഉയർച്ച. നീ താഴ്ചയല്ല, ഉയർച്ചത്തിനെ പ്രാപിക്കും. നീ നശിക്കുകയല്ല, നീ ജീവിക്കുക തന്നെ ചെയ്യും. നീ മറ്റുള്ള മുമ്പിൽ അപമാനപ്പെടുകയല്ല, മാനപാത്രമായി മാറും. നിന്റെ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടും. നിന്റെ ദൈവം ലോകത്തിന്റെ ദൈവമായി മാറി. ശദ്രക്ക് മെശക്കിന് വേണ്ടി ദൈവം ആരായി മാറി? ലോകത്തിന്റെ ദൈവമായി മാറി, രാജ്യത്തിന്റെ ദൈവമായി. ഹല്ലേലൂയ. രാജാവ് പറയാണ്, ഈ തീയിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സേവിച്ചാൽ മതി. ബിംബങ്ങളെയോ ശൈനമൂർത്തികളെയോ അല്ലെങ്കിൽ ബിംബാരാധനകളോ അല്ലെങ്കിൽ മിഥ്യാമൂർത്തികളെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇനി ആരാധിക്കരുത്. സത്യമുള്ള ദൈവം, നീതിയുള്ള ദൈവം, പ്രശ്നങ്ങളുടെ മുമ്പിൽ വന്ന് വിടിവിക്കുന്ന ദൈവം, ദൈവപുത്രനെ പോലെ എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവം, തീയിൽ നിന്ന് എനിക്ക് ഒരാപത്തും വരാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിക്കണമെന്ന് രാജാവ് എന്ത് ചെയ്യാണ്? പ്രഖ്യാപിക്കുകയാണ്. ശദ്രക്ക് മെശക്കിനോട് ചോദിക്കാം. ശദ്രക്ക് മെശക്കിനോട്, നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തോടെ നീ സേവിച്ചുകൊണ്ട് എനിക്ക് ഗുണമാണോ ദോഷമാണോ വന്നത്? ശദ്രക്ക് മെശക്കിനോട്, നീ സേവിച്ച ദൈവം, നീ ഈ ദൈവത്തെ നീ പരമാർത്ഥ ഹൃദയത്തോടെ സേവിച്ചത് മുഖാന്തരം നിനക്ക് നന്മയാണോ തിന്മയാണോ വന്നത്? നിനക്ക് താഴ്ചയാണോ ഉയർച്ചയാണോ വന്നത്? നിനക്ക് ബഹുമാനമാണോ അപമാനമാണോ വന്നത്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം,
നമ്മുടെ ദൈവമാണ് ആദിയായി ശാശ്വതമായ ദൈവം. നമ്മെ ദൈവം ഹല്ലേലൂയ നീ പരമാർത്ഥ ഹൃദയത്തെ സേവിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം നീ അറിഞ്ഞിരിക്കേണ്ടത്, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ നന്മ തരുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ജീവനുള്ള ദൈവം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പരമാർത്ഥത്തോടെ സേവിക്കുക, വിശ്വാസത്തോടെ സേവിക്കുക, ധൈര്യത്തോടെ സേവിക്കുക. വിടുവിക്കും എന്നുള്ള വിശ്വാസത്തോടെ ധൈര്യത്തോടെ നീ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ താഴ്ത്തുകയല്ല, ഉയർത്തുക തന്നെ ചെയ്യും. ഇവരെ ദൈവമായി അവിടുത്തെ ആ ദേശത്ത് ആരെ ദൈവമായി? ഇവരെ ദൈവമായി. അവരെല്ലാ ഔദ്യോഗിക സ്ഥാനവും അവർക്ക് കൊടുത്തു. അവരനുഗ്രഹിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പോൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽച്ച് നിൽക്കാം. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കാം.